വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണേ, പിന്നെ പറ്റുമെങ്കിൽ ഒരു കമൻറ്റും പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. ഈ 3 കാര്യങ്ങൾ ചെയ്തിട്ട് വീഡിയോ കാണുവാണെങ്കിൽ എനിക്കത് വലിയ സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. മലയാളത്തിലെ എണ്ണം പറഞ്ഞ ക്ലാസിക് കോമഡി ഐറ്റങ്ങളിൽ ഏറ്റവും റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു സീരീസാണ് ഹരിഹർ നഗർ. ഈ ഹരിഹർ നഗർ ഫ്രാഞ്ചൈസ് എന്ന് പറയുമ്പോൾ തന്നെ അത് മലയാള സിനിമയിൽ ഓഡിയൻസിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയെടുത്ത റീച്ചും ഫാൻ ബേസും അത്ര ചെറുതൊന്നുമല്ല. ഇന്നും ടി വിയിൽ വന്നാലോ യൂട്യൂബിൽ കണ്ടാലോ സ്കിപ്പ് ചെയ്യാതിരുന്ന് മുഴുവൻ കാണുന്ന പടം. അത്രയ്ക്ക് റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു ക്ലാസിക് കോമഡി സീരീസാണിത്. ഈ ഫ്രാഞ്ചൈസിൻ്റെ തുടക്കം 1990-ൽ വന്ന ഹരിഹർ നഗറിലൂടെ ആയിരുന്നു. 4 ഫ്രണ്ട്സിൻ്റെ ജീവിതത്തിൽ കോമഡി സസ്പെൻസ് എല്ലാം കൂടി മിക്സ് ചെയ്ത് വന്ന ഒരു എൻ്റർടൈനർ ആയിരുന്നു. മലയാള സിനിമയിൽ അന്നത്ര കോമൺ അല്ലാത്തൊരു കൺസെപ്റ്റ് ആയതുകൊണ്ട് ഈ പടം അന്ന് വലിയ ഹിറ്റായി മാറി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ പടത്തിന് ഒരു സെക്കൻഡ് പാർട്ട് സംഭവിച്ചു. വർഷങ്ങൾക്കിപ്പുറം അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായി 2 ഹരിഹർ നഗർ വന്നപ്പോൾ പലർക്കും ഡൗട്ടായിരുന്നു ഇത് വർക്കാകുമോ എന്ന്. പക്ഷേ റിലീസായപ്പോൾ തന്നെ ആ ഡൗട്ട് മുഴുവൻ ക്ലിയറായി. പഴയ കഥാപാത്രങ്ങൾ വീണ്ടും അതേ എനർജിയിൽ തിരിച്ചെത്തി ഓഡിയൻസിനെ വീണ്ടും ചിരിപ്പിച്ചു. ഗോവിന്ദൻകുട്ടി, തോമസ് കുട്ടി, മഹാദേവൻ, അപ്പുക്കുട്ടൻ ഇവരുടെ ഒരു കോംബോ വീണ്ടും സ്ക്രീനിൽ വന്നപ്പോൾ തിയേറ്ററിൽ അതൊരു ആഘോഷം തന്നെയായിരുന്നു. സെക്കൻഡ് പാർട്ടും വലിയ ഹിറ്റായി മാറി കംബാക്ക് അടിച്ച് പഴയ സ്ട്രക്ചറിൽ തന്നെ ഒരു പുതിയ മിസ്റ്ററി കഥ കൂടി ആഡ് ചെയ്ത് വൺ സസ്പെൻസിൽ നിർത്തി ഒരു ഫ്രഷ് ഫീൽ കൊടുത്തു. കോമഡി സീൻസ് മാത്രമല്ല, സസ്പെൻസ് എലമെൻറ്റും നല്ല രീതിക്ക് വർക്കായി. ക്യാരക്ടേഴ്സിൻ്റെ എനർജിയും പെർഫോമൻസും എല്ലാം കൂടി ചേർന്ന് പടം ഹൈ വോൾട്ടേജിലെത്തി. സെക്കൻഡ് പാർട്ട് കൂടി ഹിറ്റായപ്പോൾ ഡയറക്ടറുടെ കോൺഫിഡൻസ് അങ്ങ് കൂടി. അങ്ങനെ സെക്കൻഡ് പാർട്ട് കഴിഞ്ഞ് കൃത്യം 1 കൊല്ലത്തെ ഗ്യാപ്പിന് ശേഷം ഈ ഫ്രാഞ്ചൈസിന് ഒരു 3-ാം ഭാഗം കൂടി സംഭവിച്ചു. ടൈറ്റിൽ മാറി, ജേർണർ മാറി, ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ എന്ന പേരിൽ 3rd പാർട്ട് സംഭവിച്ചു. മലയാള സിനിമയിൽ ഈ ജേർണർ ഷിഫ്റ്റ് എന്ന സംഭവത്തിനൊക്കെ തുടക്കമിട്ടത് ഈ പടത്തിൽ നിന്നാണ്. ഹൊറർ കോമഡി കൺസെപ്റ്റ് വന്നപ്പോൾ ആദ്യ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന പ്യുവർ കോമഡി ഫീൽ കുറച്ച് കുറഞ്ഞു. പക്ഷേ പെർഫോമൻസ് കൊണ്ട് ഓഡിയൻസിനെ പിടിച്ചിരുത്താൻ പറ്റി. പടം ഒരു ആവറേജ് പടമായി പോയി. ഇപ്പോൾ ഈ ഫ്രാഞ്ചൈസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ഹരിഹർ നഗർ ടീമിന് വീണ്ടും ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ അപ്ഡേറ്റ് വരുന്നത്. 4-ാം ഭാഗം സംഭവിച്ചാൽ അത് നന്നായിട്ടൊക്കെ എടുത്തു വെച്ചാൽ ഒരു കംബാക്ക് ആയിരിക്കും. ഇനി സ്ക്രിപ്റ്റും എക്സിക്യൂഷനും ഒക്കെ പാളി മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയതാ. ഊക്കുവാൻ കൂട്ടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ക്ലാസിക് ഐറ്റങ്ങളുടെയൊക്കെ മേ കൈവയ്ക്കുമ്പോൾ ഒന്നല്ല ഒരു 100 വട്ടം ആലോചിക്കണം. കാര്യം ഈ ക്യാരക്ടേഴ്സിന് ഇപ്പോഴും ഒരുപാട് ഫാൻ ബേസ് ഉണ്ട്. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഉള്ള ഫാൻ ബേസ് കളയണ്ടല്ലോ. എന്തായാലും നോക്കാം. വർഷങ്ങളായി റിലീസ് ഡേറ്റ് പറഞ്ഞിട്ട് വീണ്ടും മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് GVM ഡയറക്റ്റ് ചെയ്ത് വിക്രം ലീഡിലെത്തുന്ന പടം ധ്രുവ നക്ഷത്രം. വലിയ പ്രോജക്റ്റാണ്. ഈ സിനിമയുടെ കാര്യം എടുത്താൽ ഭയങ്കര കഷ്ടമാണ്. ആദ്യം സൂര്യ നായകനാക്കി അനൗൺസ് ചെയ്ത പ്രോജക്റ്റ് ആയിരുന്നു ഇത്. പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് ഈ പടം ഡ്രോപ്പായി. പിന്നെ ഒരുപാട് നാൾ കഴിഞ്ഞ് ചിയാൻ വിക്രത്തിൻ്റെ ലീഡിൽ ഈ പടത്തിന് ഷൂട്ടിംഗ് ആരംഭിച്ചു. പടം കംപ്ലീറ്റ് ആക്കി റിലീസ് ഡേറ്റ് വരെ അനൗൺസ് ചെയ്തു. പക്ഷേ വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ഇതുവരെ ഈ പടം റിലീസായിട്ടില്ല. ഇപ്പോൾ ഒരു സിനിമ അനൗൺസ് ചെയ്ത് ഷൂട്ടൊക്കെ തുടങ്ങി പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ കംപ്ലീറ്റ് ആക്കി 1.5 കൊല്ലത്തിൽ റിലീസ് കൺഫേം ആകേണ്ടതാണ്. പക്ഷേ ഇവിടെ 10 വർഷം കഴിഞ്ഞിട്ടും റിലീസ് കാണാത്ത അവസ്ഥയാണ്. ഒരു കാര്യമുണ്ട്, ഇത്രയും ഡിലേ ആയ ഒരു പ്രോജക്റ്റ് ആണെങ്കിലും ഇപ്പോഴും ഈ പടത്തിന് ഹൈപ്പ് കുറയാതെ നിൽക്കുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. കാര്യം ഈ സിനിമയുടെ ഒരു കൺസെപ്റ്റ്, മേക്കിംഗ് സ്റ്റൈല് അതൊക്കെ ഓഡിയൻസിൻ്റെ ഇടയിൽ വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ചിയാൻ്റെ കരിയറിൽ ഇതൊരു ഡിഫറൻറ്റ് സ്റ്റൈലിഷ് ആക്ഷൻ പടമാണ്. ഈ പടത്തിൻ്റെ റിലീസിന് പിന്നിലെ പ്രശ്നങ്ങൾ അത്ര ചെറുതൊന്നുമല്ല. ഫിനാൻഷ്യൽ ഇഷ്യൂ, ലീഗൽ ഇഷ്യൂ, ഡിസ്ട്രിബ്യൂഷൻ ഇഷ്യൂ ഇതൊക്കെ ചേർന്നാണ് ഈ പടത്തെ ഇത്രയും ഹോൾഡാക്കി വെച്ചത്. എന്തായാലും ഇപ്പോൾ ഇതെല്ലാം ഒന്നൊന്നായി ക്ലിയർ ചെയ്ത് പടം റിലീസ് ചെയ്യാൻ ഡയറക്ടർ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. അപ്ഡേറ്റ് അനുസരിച്ച് എല്ലാം സെറ്റായാൽ മെയ് അല്ലെങ്കിൽ ജൂൺ മാസത്തിൽ ഈ പടം തിയേറ്ററിൽ കാണാനുള്ള നല്ല സാധ്യതയുണ്ട്. പിന്നെ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഈ സിനിമയുടെ ഒരു വിഷ്വൽസ് ഷോട്ട് എന്തിന് ഒരു ഷൂട്ടിംഗ് സ്പോട്ട് സ്റ്റില്ല് പോലും ലീക്ക് ആയിട്ടില്ല. ആ കാര്യത്തിൽ ഇവരെ സമ്മതിച്ചേ പറ്റൂ. മറ്റേ വിജയ് പടത്തിൻ്റെ ആൾക്കാരൊക്കെ ഇതൊക്കെ കണ്ടു പഠിക്കണം. ഇന്നത്തെ കാലത്ത് ഒരു സ്റ്റില്ല് പോലും പുറത്തു പോകാതെ കൺട്രോൾ ചെയ്യുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ റിലീസാകുമ്പോൾ ഇതൊരു സർപ്രൈസ് പാക്കേജ് ആയിരിക്കും. ഓഡിയൻസിൻ്റെ എക്സ്പെക്റ്റേഷനൊക്കെ വളരെ വലുതാണ്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ടോക്സിക് KGF 2-ന് ശേഷം യാഷിൻ്റെ അടുത്ത പ്രോജക്റ്റ് ഏതായിരിക്കുമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് പുള്ളിയുടെ അടുത്ത പടം ടോക്സിക് എന്ന പേരിൽ അനൗൺസ് ചെയ്തത്. അതിനുശേഷം ഈ പടം വലിയൊരു ഹൈപ്പ് തന്നെ ഉണ്ടാക്കി. കാരണം ഇത് വെറും ഒരു സിനിമയല്ലെന്നും പൂർണ്ണമായും വേറിട്ടൊരു കൺസെപ്റ്റ് ബിൽഡ് ചെയ്യുന്നൊരു പടമാണെന്നുമാണ് അവർ അന്ന് അപ്ഡേറ്റ് തന്നത്. അങ്ങനെ ഈ പടത്തിൻ്റെ റിലീസ് ഡേറ്റൊക്കെ അനൗൺസ് ചെയ്ത് ഷൂട്ടിംഗ് ഒക്കെ ആരംഭിച്ചു. ഇപ്പോൾ 4 കൊല്ലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ടോക്സിക് ഇപ്പോൾ റിലീസ് ചെയ്യാൻ റെഡിയായി കഴിഞ്ഞതായിരുന്നു. ആദ്യം മാർച്ച് മാസത്തിലായിരുന്നു റിലീസ് കൺഫേം ചെയ്തത്. എന്നാൽ ചില വലിയ കാരണങ്ങൾ കൊണ്ട് അത് പിന്നീട് മാറ്റി ജൂൺ മാസത്തിലേക്കാക്കി. പക്ഷേ ഇപ്പോൾ വീണ്ടും പടത്തിൻ്റെ റിലീസ് മാറ്റിയെന്നാണ് അപ്ഡേറ്റ് വരുന്നത്. വീണ്ടും ഡിലേ. ഇതിന് പിന്നിലെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്നുള്ള ഇഷ്യൂ ആണ്.
വലിയ ബഡ്ജറ്റിൽ എടുക്കുന്ന പടങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുന്നത് സാധാരണമാണ്. പക്ഷേ ഇവിടെ മറ്റൊരു പ്രശ്നം കൂടി ഈ പ്രോജക്റ്റിനെ നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ട്. ജനനായകൻ. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീർച്ചയും തീരുമാനം ആകാതെ ടോക്സിക്കിൻ്റെ കാര്യം ഉറപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് എന്താണെങ്കിലും ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ് അനുസരിച്ച് ടോക്സിക് ഉടനെയെങ്ങും റിലീസ് ഉണ്ടാകില്ല. പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് പെർഫെക്റ്റ് ആയിട്ടൊരു സമയത്ത് നല്ല സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രമേ ടോക്സിക്കിൻ്റെ റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്യൂ. സൂര്യ 47 നടിപ്പിൻ നായകൻ സൂര്യയുടെ വരാൻ പോകുന്ന ലൈനപ്പുകൾ നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന ഒരു പ്രോജക്റ്റാണ് ജിത്തു മാധവൻ ഡയറക്റ്റ് ചെയ്യുന്ന സൂര്യ 47. കാരണം ഇതൊരു റെഗുലർ ടൈപ്പ് മാസ് ആക്ഷൻ പടമല്ല, ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പടമാണ്. കേരളത്തെ ബാക്ക്ഗ്രൗണ്ടായി സെറ്റ് ചെയ്തേക്കുന്ന ഒരു കഥയാണ് ഈ പടത്തിൻ്റേത്. അതുകൊണ്ട് തന്നെ വിഷ്വൽസ്, ക്യാരക്ടേഴ്സ്, കൾച്ചർ ഇതിലൊക്കെ ഒരു ഫ്രഷ് ഫീൽ നൽകുന്നതായിരിക്കും. ഇതിനെല്ലാം പുറമെ ഒരുപാട് സർപ്രൈസ് എലമെൻറ്റുകൾ ഈ പടത്തിലുണ്ട്. ഇൻസൈഡ് റിപ്പോർട്ട് അനുസരിച്ച് കൊച്ചിൻ കാർണിവൽ ഫൈറ്റ്, ലാലേട്ടൻ്റെ ചെട്ടികുളങ്ങര സോങ് ഇതെല്ലാം ഈ പടത്തിലുണ്ട്. ആവേശമൊക്കെ പോലെ ഒരു ഹൈ വോൾട്ടേജ് എനർജറ്റിക് പടമായിരിക്കും ഇതും. ഇപ്പോൾ ഈ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. അപ്ഡേറ്റ് സൂര്യ 47 ഒരു ക്യാമിയോ റോൾ ചെയ്യാൻ തമിഴിലെ ഒരു വലിയ ആക്ടർ എത്തിയേക്കുമെന്നാണ് അപ്ഡേറ്റ് വരുന്നത്. ഇതൊരു സ്ട്രോങ് റൂമറാണേ. ഓൾറെഡി ഈ പടത്തിൽ ടൊവിനോ, ഫാഫ ഇവരൊക്കെ ക്യാമിയോ റോൾ ചെയ്യുന്നുണ്ടെന്ന് നേരത്തെ അപ്ഡേറ്റ് വന്നിരുന്നു. അതിനിടയിൽ ഈ ഒരു ഐറ്റത്തെ കൂടി അങ്ങ് ഇറക്കി വിട്ട പടം കയറി കൊളുത്താനുള്ള ചാൻസ് നന്നായിട്ട് കാണുന്നുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. റോളക്സ്. ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന ഒരു വില്ലൻ ക്യാരക്ടറിൻ്റെ സോളോ സിനിമയാണ് റോളക്സ്. അപാര ഹൈപ്പാണ്. ഇന്ത്യൻ സിനിമയിൽ ഇത്രത്തോളം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു വില്ലൻ വേറെ കാണില്ല. അമ്മാതിരി ഐറ്റത്തെയാണ് 2022 ലോകേഷ് വിക്രത്തിൻ്റെ ക്ലൈമാക്സിലൂടെ പടച്ചുവിട്ടത്. വിക്രത്തിൽ ചെറിയ സ്ക്രീൻ ടൈം മാത്രം ഉണ്ടായിട്ടും ആ ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്ത ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ റോളക്സിൻ്റെ സോളോ സിനിമയ്ക്കും വലിയ ഡിമാൻഡാണ്. പക്ഷേ ഇപ്പോൾ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് വൻ നിരാശ ഉണ്ടാക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. കാരണം ലോകേഷ് തൻ്റെ മറ്റ് കമ്മിറ്റ്മെൻറ്റ്സ് കൊണ്ട് നിലവിൽ ബിസിയാണ്. ലോകേഷ് നേരത്തെ പറഞ്ഞതനുസരിച്ച് കൈദി 2 കഴിഞ്ഞ് അടുത്ത പ്രോജക്റ്റ് റോളക്സ് ആയിരിക്കുമെന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ലോകേഷ് തൻ്റെ മറ്റ് കമ്മിറ്റ്മെൻറ്റ്സ് കൊണ്ട് ബിസി ആയതുകൊണ്ട് ലോകേഷിൻ്റെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ ഈ സിനിമ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇത് ലോകേഷിൻ്റെ റൈറ്റിംഗ് ടീമിലുള്ള രത്നകുമാർ തന്നിട്ടുള്ള അപ്ഡേറ്റ് ആണ്. അതായത് റോളക്സ് മൂവി എന്ന് സംഭവിക്കുമെന്ന് ലോകേഷിന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ഇപ്പോൾ എൽസുവിൻ്റെ അടുത്ത പടമായിട്ടുള്ള കൈദി 2 ഷൂട്ടിംഗ് അടുത്ത കൊല്ലം ആരംഭിച്ചാൽ പോലും അത് 2028 മിഡോടെ റിലീസ് കാണുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഈ പ്രോജക്റ്റിൻ്റെ കാര്യം പരിഗണനയിൽ എടുക്കത്തുള്ളൂ. എന്തായാലും ഇതെല്ലാം കൂലിയുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. എങ്ങനെ നിന്ന് എൽസിയുവാ ഇപ്പോഴത്തെ അവസ്ഥ നോക്കണേ.